ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അത് ഗ്രീൻ ആപ്പിൾ ചമ്മന്തിയാണ്. സാധാരണ നമ്മൾ മാങ്ങാ ചമ്മന്തിയാണ് സാധാരണ മലയാളീസ് ഉപയോഗിക്കുന്നത്. ഗ്രീൻ ആപ്പിൾ ചമ്മന്തി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ഗ്രീൻ ആപ്പിൾ, ഒരു അരമുറി തേങ്ങ, ഒരു സ്പൂൺ ഉപ്പ്, കുറച്ച് കാന്താരി മുളക് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി ആണുള്ളതെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ചമ്മന്തി കഴിക്കുമ്പോൾ എപ്പോഴും കാന്താരി മുളകാണെങ്കിൽ അത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ ഗ്രീൻ ആപ്പിൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കടകളിൽ അവൈലബിൾ ആണ്. ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും നമുക്കിപ്പോൾ ഗ്രീൻ ആപ്പിൾ കാണാം. നമുക്കിനി നോക്കാം എങ്ങനെയാണ് ഗ്രീൻ ആപ്പിൾ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ ഈ ഗ്രീൻ ആപ്പിളിനെ മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്യുവാണ്. നമ്മളിത് കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഇതിൻ്റെ സ്കിൻ കളയേണ്ട ആവശ്യമില്ല. ഇത് സ്കിൻ കളഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റിലേക്ക് മാറും. ഇതിൻ്റെ ഗ്രീൻ കളറും നമുക്ക് ചമ്മന്തിക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ ഗ്രീൻ ആപ്പിൾ ചമ്മന്തി ശരിക്കും ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്നാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കുറച്ച് വർഷം ന്യൂസിലൻഡിലായിരുന്നു. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മാങ്ങാ ചമ്മന്തി മാങ്ങ അച്ചാറും ഞങ്ങളുടെ മെനുവിൽ നിർബന്ധമായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ അത് അവിടെ കിട്ടാതെ വന്നപ്പം ഞങ്ങൾ ഈ ഗ്രീൻ ആപ്പിളിനെ അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നോക്കി. അപ്പം മാങ്ങയേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി നമുക്ക് ഗ്രീൻ ആപ്പിളിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളും ഇത് നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്യണം. മാങ്ങാ ചമ്മന്തി പോലെ തന്നെ ഉണ്ടാവും ഇത്, പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഗ്രീൻ ആപ്പിൾ ചമ്മന്തിയാണ്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗ്രീൻ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ മുളക് ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ അരയ്ക്കുമ്പം ആദ്യം തേങ്ങ അരയ്ക്കുന്നില്ല. ഈ ഇത്രയും ഐറ്റംസ് നന്നായിട്ട് അരയ്ക്കണം. ഇത് അരച്ചതിന് ശേഷം നമുക്ക് മിക്സി ഓഫ് ചെയ്തിട്ട് വീണ്ടും തേങ്ങ അരയ്ക്കാം. നമ്മുടെ മിക്സിയിൽ ഈ ഗ്രീൻ ആപ്പിളും മുളകും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യുന്നില്ല. ഈ ആപ്പിളിൻ്റെ വെള്ളം മതി നമുക്കിത് അരയാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആപ്പിൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയ്ക്കണം. എങ്കിലും തേങ്ങ ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി രണ്ടാമത് വെക്കുമ്പം നമ്മുടെ തേങ്ങ ഒട്ടും അരയാൻ പാടില്ല. മീൻസ് ഒരു ഹാഫ് മിനിറ്റ് പകുതി അരഞ്ഞാൽ മതി. കൂടുതൽ അരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നാവണമെന്നില്ല. അതുകൊണ്ട് നമുക്കിനി എങ്ങനെയാണ് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇനി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. തേങ്ങ ഇതിലേക്ക് ഇടുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ട് അരച്ചിട്ട് വീണ്ടും ബാക്കി തേങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി. ഞാൻ ഇപ്പോൾ ഇത് ഹാഫ് തേങ്ങ ഇതിലേക്ക് ഇടുന്നു. ഇതിലേക്ക് അടച്ചിട്ട് നമുക്കൊന്നും കൂടി ഇത് മിനിറ്റ് ഗ്രൈൻഡ് ചെയ്യാം. നമ്മുടെ ഗ്രീൻ ആപ്പിൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ രണ്ടാമത് എടുത്തു വെച്ചിരുന്ന തേങ്ങയും കൂടി കൂട്ടി ഇതിലേക്ക് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആപ്പിൾ ചമ്മന്തി ഒരു ഫുൾ ആപ്പിൾ ഉപയോഗിച്ച് അരച്ചു. പക്ഷേ ഇതിപ്പം ഒരു പ്രാവശ്യം കൂട്ടാനല്ല, പല പ്രാവശ്യം കൂട്ടാൻ മാത്രം ചമ്മന്തിയുണ്ട്. നമ്മളിനി ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മളിത് അരച്ച ഉടനെ തന്നെ എടുത്ത് അന്നേരം ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. എപ്പോഴാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്ത് മാത്രം ഇത് പുറത്തെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 2 ദിവസം ഈ ചമ്മന്തി ഫ്രിഡ്ജിൽ വെച്ച് ഇതേ ഫ്രഷ്നെസ്സിനോടുകൂടി ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ സാധാരണ 2 അല്ലെങ്കിൽ 3 പേരൊക്കെയോ ചമ്മന്തി കൂട്ടുന്നവരുള്ളെങ്കിൽ നമുക്ക് ഇത് അരയ്ക്കുന്ന മുഴുവൻ ചമ്മന്തിയും ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും അത് 2-3 ദിവസം വരെ ഫ്രിഡ്ജിലിരിക്കും. അതിൻ്റെ ടേസ്റ്റിനോ മണത്തിനോ ഒന്നും ഒരു വ്യത്യാസം കാണില്ല. അപ്പം നമ്മുടെ ഗ്രീൻ ആപ്പിൾ ചമ്മന്തി റെസിപ്പി കണ്ട എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളിത് നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ മെനുവിൽ ഇതൊരു ഐറ്റം തന്നെ ആകട്ടെ. നമുക്കിപ്പം മോരുകറിയും തോരൻകറിയും ഉണ്ടെങ്കിൽ, ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ മീനൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം എല്ലാവർക്കും താങ്ക്സ്.